ഹായ് ഫ്രണ്ട്സ്, ഞാൻ അരുണിമ ജിൽസൺ. അഗ്രികൾച്ചർ ആൻഡ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലെ പെരുമാലപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു അക്വേറിയമാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ ചാക്കോ സാറും മേരി ടീച്ചറും. അപ്പോൾ നമുക്ക് സാറിൻ്റെ അക്വേറിയത്തെക്കുറിച്ചൊക്കെ നമുക്ക് സാറിനോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. സാറ് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ചോറാണ്. പിന്നെ മാസത്തിൽ റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കുന്ന ചോറാണ്. പിന്നെ ആദ്യം ഞാൻ പെല്ലറ്റായിരുന്നു കൊടുത്തിരുന്നത്. പെല്ലറ്റ് വലിയ വില കൂടുതലായതുകൊണ്ട് ഇപ്പം ഞാൻ ഈ ചോറ് കൊടുക്കുകയാണ്. ചോറ് ഇവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഇലകൾ, പപ്പായയുടെ ഇല, പിന്നെ ചേമ്പിൻ്റെ ഇല, അതൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. സാധാരണ രീതിയിൽ തീറ്റയാണ് കൊടുക്കുന്നത്. മത്സ്യങ്ങൾക്ക് തീറ്റയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണല്ലോ പറയുന്നത്. മേടിക്കുകയാണെങ്കിൽ പറയുന്നത് ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇതിന് ഉള്ളിൽ ചെറിയ പായലുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവർ ചെയ്യും. വലിയ മീൻ അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഇതിനുള്ളിൽ ഇപ്പം എത്രത്തോളം മീനുകളുണ്ടാവും? 100-ലധികം എന്താണെങ്കിലും ഉണ്ടാവും. വലിയ മീൻ 2 ഉള്ളൂ. വയറ്റിലവരാണെങ്കിൽ 2 ഉണ്ട്. അതിനൊരു 5 വയസ്സോളം. 5 വയസ്സോളം. വളരെ വലിപ്പമുള്ള ഒരു മീൻ തന്നെയാണ്. നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ട് വലിപ്പമുള്ളത്. പുള്ളി എന്താണെങ്കിലും മുകളിലേക്ക് വരുന്നില്ല. സാധാരണ കുറച്ചു നേരം ക്ഷമകളും കാത്തിരിക്കണം. പിന്നെ ഈ മീനുകളെ നിരീക്ഷിക്കുന്നൊരു നല്ല കൗതുകകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും എന്നെപ്പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇപ്പം ഞങ്ങളുടെ ഒരു വാർദ്ധക്യത്തിൽ വേറെ വലിയ ജോലിയൊന്നും ഇല്ലല്ലോ. ഈ കൊറോണ കാലത്ത് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ മീനുകളെയൊക്കെ നിരീക്ഷിക്കാം. അവരെങ്ങനെ നടക്കുന്നതും തീറ്റ തിന്നുന്നതും എല്ലാം കണ്ടുകൊണ്ടൊക്കെ സമയം പറയാം. സാറ് ചോറ് കൂടാതെ മീനിന് വേറെ കുറെ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒന്ന് ഇലകളാണ്, ഒന്ന് പിന്നെ ചെറിയൊരു പുഴുക്കളുണ്ട്. അതായത് ഈ BSF ഫ്ലൈ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറയുക. അപ്പോൾ അത് നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഫുഡിൻ്റെ വേസ്റ്റ് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ ഈ BSF ഫ്ലൈ വന്നിട്ട് അതിന് മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായ ആഹാരമാണ്. അപ്പോൾ അത് നമ്മുടെ ഈ പുഴുക്കളെ കളക്ട് ചെയ്തിട്ട് മീനിന് കൊടുക്കാം. ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റം കാണിച്ചു തരാം. ഇത് 2 പെയിൻറ്റ് ബക്കറ്റുകളാണ്. അപ്പോൾ ഈ ബക്കറ്റുകളിലാണ് ഞാൻ ഇതിനെ വളർത്തുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ ബക്കറ്റിൽ ഫുഡ് വേസ്റ്റ് ഇട്ട് ഏകദേശം നിറഞ്ഞു കഴിഞ്ഞു. അതിൽ നിറയെ പുഴുക്കളുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ധാരാളം പുഴുക്കളാണ്. പക്ഷെ അതിനെ കാണണമെങ്കിൽ ഈ ബക്കറ്റിലെ ഇത് കുറച്ച് മാറ്റണം. ഇതിൻ്റെ അടിയിൽ പുഴുക്കളാണ്, കണ്ടില്ല? ഇതൊക്കെ ഇതിൻ്റെ ഈ BSF ഫ്ലൈയുടെ പുഴുക്കളാണിത്. ഇതിനുള്ളിലുള്ള ഈ പുഴുക്കൾ പിന്നെ നല്ല തീറ്റയാണ്. നമുക്ക് കണ്ടാൽ ഇത് പുഴുവായിട്ട്. പക്ഷേ ഇതിനെ നമ്മൾ കോരിയെടുക്കുന്നു ഒരു പാത്രത്തിൽ. പിന്നെ ഇവിടെ അത് കളിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബക്കറ്റ് നിറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരു ബക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയതാണ്. ഈ ബക്കറ്റ് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ വേസ്റ്റുകളാണ് അപ്പോൾ നമ്മൾ ഇടാറ്? ഇതിലിപ്പോൾ ഞങ്ങളുടെ ഈ വീട്ടിലുണ്ടാകുന്ന എല്ലാ ഫുഡ് വേസ്റ്റ്, അതായത് നമ്മളിപ്പം പഴത്തിൻ്റെ തൊലി, പിന്നെ അങ്ങനെ ഓരോ വേസ്റ്റുകളും ഇടും. ഇപ്പം പകൽ സമയമായതുകൊണ്ട് ഈ പുഴുക്കളൊക്കെ അടിയിലേക്ക് പോകും. എല്ലാം ഇതിൻ്റെ അടിയിലുണ്ട്. രാത്രിയൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് വരും. സാറേ, നമ്മുടെ ഈ വേസ്റ്റ്, അതായത് ഈ ഒരു വളം നമ്മൾ വേറെ എന്തിനേലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഈ വളം പിന്നെ നമുക്ക് ഈ പുഴുവിനെ കിട്ടും. പിന്നെ ഈ പുഴു ഇങ്ങനെ കുറേ ഈ പൈപ്പിലൂടെ പുറത്തേക്ക് ചാടി വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് കളക്ട് ചെയ്യാം. ഈ പുഴുക്കളെ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഈ ബക്കറ്റിലേക്ക് കളക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ട്, വേസ്റ്റ്. അത് നല്ലൊരു വളമാണ്. അത് നമുക്ക് ഇടയ്ക്ക് ചെറിയ ബക്കറ്റിൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആഹാരം
അങ്ങനെ ആക്കുന്നത്. ഇതിനെ കഴുകും, കാരണം മാലിന്യത്തിൽ കിടക്കുന്ന പുഴുക്കളല്ലേ. അപ്പം അതുകൊണ്ട് അതിനെ വൃത്തിയായിട്ടൊന്ന് കഴുകുന്നു. ആ വെള്ളം പോലും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. വെള്ളം വരെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ കഴുകിയെടുത്ത ഈ പുഴുക്കൾ പിന്നെ ഇതിൽ 40% പ്രോട്ടീനാണെന്നാണ് പറയുന്നത്. 40%. വളരെ പ്രോട്ടീൻ സമ്പുഷ്ടമായ ആഹാരമാണ്. അപ്പോൾ മീനുകൾക്ക് ഇത് വളരെ നല്ല ഭക്ഷണമാണ്. കൺസെപ്റ്റ് ഒന്നുമില്ല. ഈ ഇവിടെ ഇങ്ങനെ വീട് ഡിസൈൻ ചെയ്തപ്പോൾ ഇതിലൊരു മോഡൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വീട്ടിലെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മോഡലുണ്ടായപ്പോൾ അതിന് മീൻ വളർത്തി മീനിൽ കാണാൻ തോന്നുന്നുണ്ടോ. ചെറിയൊരു മെഷീനാണ് ഇത്, എയറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീനിലൂടെ വായു ചെറിയ പൊങ്കകളായിട്ട് 7000-ഓളം ചെറിയ കോണുകളുണ്ട്, ഡിസ്കാണ്. ആ ഡിസ്കിലൂടെയാണ് ഈ വായു പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരേ സമയം 7000-ലധികം ചെറിയ പൊങ്കകൾ ഉണ്ടായിരുന്നു. നമ്മളതിൽ എയർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ എയർ മീനിന് ആവശ്യമാണ്. മീനുകൾക്ക് വെള്ളത്തിൽ ആവശ്യമുള്ള ഓക്സിജൻ ഉണ്ടാക്കി കൊടുക്കുക. കുറേ സമയം എയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനുകൾ വളരെ ഹെൽത്തിയായിട്ട്. ഡെയിലി എല്ലാ ദിവസവും 7 മണിക്കൂറുണ്ട്. ചിലപ്പോൾ 1-2 മണിക്കൂർ സമയം ഏകദേശം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലാണ്. മീനുകൾക്ക് അത്രയും മീനുകൾക്ക് ഇഷ്ടമായത്. അത് ഇതിനടുത്തേക്ക് മീനുകൾ വരാറുണ്ട് ഏകദേശം കൊടുക്കുമ്പോൾ. വലിയ കരടികളൊന്നുമില്ല, ചെറിയ സാറേ, നമ്മുടെ ഇതിനകത്ത് നമുക്കിപ്പോൾ എത്രത്തോളം മീനുകളൊക്കെ ഉണ്ടാവും? ഇവിടെ പലതരം മീനുകളുണ്ട്. എൻ്റെ എണ്ണം കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. പറയാം. ഒന്ന് തിലോപ്പിയ, സാധാരണ തിലോപ്പിയ കണ്ടാൽ മനസ്സിലാവും. ബ്ലാക്ക് കളറാണ്, തവിട്ട് നിറത്തിലുള്ള മീനാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളത് ഈ വർണ്ണമീനുകളാണ്. അത് കോഴിക്കാർപ്പ് എന്ന് പറയുന്ന മീനാണ്. കോഴിക്കാർപ്പിൽ പിന്നെ പല തരമുണ്ട്. അതിപ്പോൾ വാലിന് നീളം കൂടിയ ഇനമുണ്ട്, അതിൻ്റെ ഈ ചെറുബലിന് നല്ല തിളക്കമുള്ള ഇനമുണ്ട്, പിന്നെ ചുവപ്പുണ്ട്, പലതരം പുള്ളി പോലത്തെ മീനുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് തരമുണ്ട് കോഴിക്കാർപ്പ്. അതെനിക്ക് തിരിച്ചറിയാൻ അറിയില്ല, എനിക്കറിയില്ല. അത് മീൻ കുഞ്ഞുങ്ങളെ മേടിച്ച മീൻ വളർത്തുന്ന ഒരാളുണ്ട്, വളർത്തുന്ന ബോണി എന്ന് പറയും. ബോണി ഒരു മത്സ്യ കർഷകനാണ്. ബോണിക്ക് ഒരുപാട് തരം മീനുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ മീനുകളെ മേടിച്ചു ഇട്ടു. ആണോ പെണ്ണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ അറിയില്ല. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്ന മീനുണ്ട്, സക്കർ എന്ന് പറയും. അത് ഇതിൻ്റെ ഈ പിന്നെ ഈ ടൈലിൻ്റെ സൈഡിലുള്ള പായലുകളൊക്കെ തിന്നും. അപ്പോൾ സക്കർ മീനുകളുണ്ട്, അതൊരു 6 എണ്ണമുണ്ട്. അതിപ്പോൾ നല്ല വലിപ്പം വെച്ചു. അത് തന്നെ മഞ്ഞ നിറത്തിലുള്ളതുണ്ട്, കറുത്ത നിറമുണ്ട്, പിന്നെ പുള്ളിയുണ്ട്, ഇതിൽ സക്കറുണ്ട്. ഒരു 3-4 വെറൈറ്റി ഉണ്ട്. പിന്നെ ഈ പുഴയിലൊക്കെ കണ്ടുവരുന്ന കറ്റി എന്ന് പറഞ്ഞ മീൻ, അത് വളരെ അപൂർവമാണ്. നമ്മുടെ ആനക്കമ്പൽ ഭാഗത്തൊക്കെ ആ കറ്റി മീനുണ്ട്. അതിന് ചെതുമ്പലിനൊരു കറുപ്പ് ഷെയ്ഡുള്ള ചെതുമ്പൽ, പിന്നെ അതിൻ്റെ ചിറകുകൾ ഫിൻസൊക്കെ ചുവപ്പ് നിറത്തിലെ നല്ല ഭംഗിയുള്ളൊരു മീനാണ്. അതൊരു 4 എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ ഈ പുഴയിലൊക്കെ ഉള്ള കല്ലേമുട്ടി, അങ്ങനത്തെ കുറച്ച് മീനുകളുണ്ട്. സാറേ, നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ വന്നപ്പം വിചാരിച്ചത് ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ആയിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതിനോട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് നിങ്ങളിൽ ചിലർ ലക്ഷങ്ങൾ മുടക്കി അക്വേറിയങ്ങൾ നിർമ്മിക്കുന്നവരുണ്ടാകും. ചാക്കോ സാറ് ഒരു വീട് നിർമ്മിച്ചപ്പോൾ തന്നെ ആ കൂടെ തന്നെ ഒരു അക്വേറിയം കൂടി സെറ്റ് ചെയ്തതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. ഒരു മാതൃക നിങ്ങൾക്കും വീട് നിർമ്മിക്കുമ്പോൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.